ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇതൊക്കെയെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളാണ്. മാസ്ക് കൂട്ടിയിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി പോലും കാണിക്കാതെ ബസ്സിൽ കയറിയിട്ട് ക്യാമറ ഓണാക്കിയിട്ട് പിന്നെ സ്വയം എന്നാ പറയണ്ടേ, ഇങ്ങനെ ഓരോന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മളിപ്പോൾ അവരുടെ പേരും അവരെക്കുറിച്ച് മോശമായിട്ടല്ല ഇപ്പം നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ ചെയ്ത തോന്നിവാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒന്നും അറിയാത്ത ആണുങ്ങളും ആമ്പിള്ളേരും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങുന്നുണ്ട്. പലതരത്തിൽ പോക്സോ കേസൊക്കെ ആക്കിയിട്ട് അകത്തിടുന്നവരുണ്ട്. എന്നിട്ട് മനഃപൂർവ്വം പോക്സോ കേസ് ആക്കിയിട്ട് ആ ആൾക്കാരുടെ ജീവിതം തുലക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാ പോക്സോ കേസും അല്ല, ചില പോക്സോ കേസുകൾ മാത്രം. പിന്നെ ആണുങ്ങളും ഇതേപോലെയുള്ള ബസ്സിൽ ഓരോ വൃത്തികേടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ, KSRTC ബസ്സിലുണ്ടായൊരു ഇഷ്യൂ. അതൊക്കെ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതല്ല, എല്ലാവരെയും ഒരുപോലെ കാണാൻ പാടില്ല. മനസ്സിലായ? അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ പുള്ളിയുടെ അക്കൗണ്ടിൽ റീച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഫോളോവേഴ്സും അതേപോലെ തന്നെ സഹതാപം ആയിട്ട് ആ പെൺകുട്ടിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞു നിങ്ങളോട്. അന്ന് ഞാനത് സൂചിപ്പിച്ചിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവം. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് കുറേ മീഡിയാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ്റെയൊക്കെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഇതേപോലെ എന്നാ പറയണ്ടേ, അനുകൂലമായിട്ടുള്ള മറുപടി ആയിട്ട് വരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ മുഖം വരെ കാണിച്ചിട്ട് അവരുടെ വീട്ടിലുള്ളവരവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. അവരുടെ വീട്ടിലുള്ള മക്കളുടെയും ഭാര്യയുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇവൻ ഇങ്ങനെ ഒരുത്തനാണ് എന്നുള്ള രീതിക്ക് സംശയിച്ചാൽ അയാൾ അതിൻ്റെ മനസ്സ് വിഷമിച്ചിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇവളൊക്കെ പോയിട്ട് എന്നാ പറയണ്ടേ, ഇവളൊക്കെ പോയിട്ട് അതിനൊരു പരിഹാരം കാണുമോ? ഈ ചെയ്തവൾ പോയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ? ഇല്ലല്ലോ. സ്വന്തം റീച്ച് പിടിക്കുന്നതാണെങ്കിൽ പല ടൈപ്പിലുള്ള ഓരോ എന്താ പറയണ്ടേ, എന്തെങ്കിലും കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ടല്ല കളിക്കേണ്ടത്. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഇതിന് എന്നാ പറയണ്ടേ എതിരായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായത്. ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ തെറ്റാരുടെ ഭാഗത്താണെന്ന് മനസ്സിലായി. ന്യായീകരണ വീഡിയോ ആയിട്ട് വരട്ടെ. ഏതൊരു കള്ളനും ഏതൊരു കൊലപാതകർക്കും ന്യായീകരണം ഉണ്ടാകും. ന്യായീകരണം ഇല്ലാത്തവരില്ല. അപ്പോൾ ഈ ന്യായീകരണമായിട്ട് വരും. പക്ഷെ ആരും വിശ്വസിക്കില്ല. അതായത് നിങ്ങൾക്ക് തന്നെയാണ് മോശം, നിങ്ങൾ ഓരോ സ്ഥലത്ത് തൊട്ട് പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇനി എന്തെങ്കിലും ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരും എന്താ പറയണ്ടേ ഇതിന് വില വെക്കൂല. അതായത് പണ്ടത്തെ പുലിയുടെ കഥയുണ്ടല്ലോ, പുലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ആൾക്കാരെ മൊത്തം പറ്റിച്ചിട്ട് ലാസ്റ്റ് പുലി വന്നേരം ഒരാൾ നോക്കി നിൽക്കില്ല. അതേ അവസ്ഥയാണ് വരിക. അത് ഇനി കൊടുക്കാൻ പോകുന്നവർ, വെറുതെ ആൾക്കാരെ കൊടുക്കാൻ പോകുന്നവർ മനസ്സിലാക്കണം.